നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OPPO Reno സീരീസിൽ പുതിയൊരു സ്മാർട്ട് ഫോൺ കൂടി വരികയാണ്. OPPO Reno 3. Reno സീരീസ് സ്മാർട്ട് ഫോൺ നമുക്കറിയാം, ക്യാമറയ്ക്ക് വളരെയധികം മുൻതൂക്കം നൽകിക്കൊണ്ട് സൂമിംഗ് കേപ്പബിലിറ്റിയൊക്കെ കൂടുതലായുള്ള സ്മാർട്ട് ഫോൺ സീരീസ് ആയിരുന്നു OPPO Reno സീരീസ്. ഫ്ലാഷ് സ്മാർട്ട് ഫോണുകളാണ്. എല്ലാ സ്മാർട്ട് ഫോണിലും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഇമേജസും അതോടൊപ്പം തന്നെ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ക്യാമറ സെറ്റപ്പ് കൂടിയ സ്മാർട്ട് ഫോണായിരുന്നു. അതുപോലെ തന്നെയാണ് OPPO Reno 3 എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്മാർട്ട് ഫോണിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകും മുമ്പ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയുകയാണ്, ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പൂർണ്ണമായും റൂമേഴ്സ് എന്നുള്ള അറിവാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ സംബന്ധമായ വിശേഷങ്ങൾ വന്നേക്കാം. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ ഭാഗം നമുക്ക് ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ 6.5 ഇഞ്ചോട് കൂടിയ ഡൈനാമിക് AMOLED ഡിസ്പ്ലേ സെറ്റപ്പാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. ഫുൾ HD+ ആണ്. അതോടൊപ്പം തന്നെ 90 Hz റിഫ്രഷ് റേറ്റോട് കൂടിയ ഡിസ്പ്ലേ സെറ്റപ്പാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. ഫുൾ വ്യൂ ഡിസ്പ്ലേ സെറ്റപ്പ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. ഒപ്പം നമുക്ക് ഡിസ്പ്ലേ ഭാഗത്ത് ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർപ്രിന്റ് സെൻസറും കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ ഭാഗത്തുള്ള പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടി കോർണിംഗ് ഗ്ലാസ് 6 ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഡിസ്പ്ലേ സെറ്റപ്പും നല്ലൊരു പ്രൊട്ടക്ഷനൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ ഭാഗത്ത് കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ബോഡിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഗ്ലാസ് ഫിനിഷോട് കൂടിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. നമുക്കവിടെ കോർണിംഗ് ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനാണ് കിട്ടുക. അലൂമിനിയം ഫ്രെയിമും ഗ്ലാസ് ഫിനിഷോട് കൂടിയ നല്ലൊരു പ്രീമിയം ലുക്ക് തോന്നുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ സ്നാപ്ഡ്രാഗൻ്റെ 730G എന്ന പ്രൊസസ്സറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 730G എന്ന പ്രൊസസ്സർ നമുക്കറിയാം ഗെയിമിങ്ങിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന പ്രൊസസ്സറാണ്. 2.2 GHz ക്ലോക്ക് സ്പീഡോട് കൂടിയാണ് പ്രവർത്തിക്കുന്നത്. ഗ്രാഫിക്സിന് വേണ്ടി Adreno 680 എന്ന നല്ലൊരു GPU സെറ്റപ്പ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. Android 9 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോടെ വരുന്ന ഈ സ്മാർട്ട് ഫോണിൽ ColorOS 6 ആണ് നൽകിയിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് അതിൻ്റെ പെർഫോമൻസും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും നമുക്ക് കാണാൻ സാധിക്കുന്നത്. 8 GB RAM വേരിയൻറ്റിൽ 120 GB സ്റ്റോറേജും 256 GB സ്റ്റോറേജും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഒപ്പം നമുക്ക് മൈക്രോസെൻ്റെ സഹായത്തോടെ 256 GB നമുക്ക് സ്റ്റോറേജ് കൂട്ടാൻ സാധിക്കും. 4G സ്മാർട്ട് ഫോൺ തന്നെയായിട്ടാണ് വരുന്നത്. ചിലയിടത്ത് നമ്മൾ 5G സ്മാർട്ട് ഫോണായിട്ട് അവതരിപ്പിച്ചേക്കാം എന്നും കൂടി കേൾക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു കാര്യം കൺഫേം അല്ല. എന്തായാലും ഹൈബ്രിഡ് സിംസോട്ട് സംവിധാനമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉണ്ടാകുക. ഇനി ഈ സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് നോക്കുന്നത് ക്യാമറ സെറ്റപ്പാണ്. നമുക്കിവിടെ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് റിയൽ ഭാഗത്ത് കിട്ടുന്നത്. 60 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ സെൻസറുണ്ട്. അത് 1.7 അപ്പറേച്ചറോടെയാണ് വരുന്നത്. ശേഷം നമുക്ക് ടെലിഫോട്ടോ സംവിധാനം അടങ്ങിയ 13 മെഗാപിക്സലിൻ്റെ സെൻസറും മൂന്നാമതായി അൾട്രാ വൈഡ് ആംഗിൾ ലെൻസോട് കൂടിയ 8 മെഗാപിക്സലിൻ്റെ സെൻസർ, ഏറ്റവും അവസാനമായി ഡെപ്ത് സെൻസർ 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറുമാണ് നമുക്ക് റിയൽ സൈഡിൽ കിട്ടുക. ഒപ്പം നമുക്ക് ഒരു LED ഫ്ലാഷ് ലൈറ്റ് കൂടെ കാണാം. ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുമ്പോൾ പോപ്പപ്പ് സംവിധാനം തന്നെയാണ് Reno 3 എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 32 മെഗാപിക്സലിൻ്റെ പോപ്പപ്പ് ക്യാമറ സെറ്റപ്പാണ് നമുക്ക് ഫ്രണ്ട് സൈഡിൽ കാണാൻ സാധിക്കുക. അപ്പോൾ നല്ലൊരു ക്യാമറ സെറ്റപ്പും കിട്ടുന്നുണ്ട്. ഇതിനു മുമ്പ് പഴയ Reno സീരീസിൽ ഉണ്ടായിരുന്ന സൂമിംഗ് കേബിലിറ്റി 20x സൂമിംഗ് കാര്യങ്ങളൊക്കെ അതിനേക്കാൾ കുറച്ചുകൂടെ കൂടിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലും ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ആ കാര്യങ്ങളൊന്നും കൃത്യമായി വ്യക്തമല്ല. അതുകൊണ്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായിട്ട് വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 4500 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് കിട്ടുക. ഒപ്പം VOOC ഫ്ലാഷ് ചാർജിങ് 4.0 ഫാസ്റ്റ് ചാർജിങ് സംവിധാനവും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. 44 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ് സംവിധാനമാണ് നമുക്ക് ഇൻ ദ ബോക്സ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. USB ടൈപ്പ് C പോർട്ട് തന്നെയാണ് വരുന്നത്. ഏകദേശം ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബേസ് വേരിയൻറ്റിന് 40,000 രൂപയാണ്. 2020 ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ജനുവരി പകുതിയോട് കൂടിയൊക്കെ ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. എന്തായാലും അത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. ബ്ലാക്ക്, ബ്ലൂ എന്നീ നിറങ്ങളിലൊക്കെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ കിട്ടുക. പ്രീമിയം ലുക്കോട് കൂടെ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണും വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് OPPO Reno 3 എന്ന പുതിയൊരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ OPPO Reno 3 എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയിൽ മറ്റൊരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടാം. ബൈ.